ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് സാമ്പാറാണ്. നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എളുപ്പം സാമ്പാർ ഉണ്ടാക്കാം, പരിപ്പൊന്നും വേവിക്കണ്ട. അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ കുറച്ച് പരിപ്പ് കഴുകി ഉണക്കി ഇങ്ങനെ പച്ചയ്ക്ക് പൊടിച്ച് വെച്ചേക്കും. ഇങ്ങനെ ചെയ്തു വെച്ചാൽ എളുപ്പമാണ്. നമ്മുടെ സാമ്പാറിൻ്റെ തുമരപ്പരിപ്പ് അത് നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് പിന്നെ ഉണക്കിയിട്ട് ഇങ്ങനെ തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ചിരിക്കും. അതുകൊണ്ട് പിന്നെ കഷ്ണം എന്താ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ചെറിയ ഉള്ളി, പിന്നെ മത്തങ്ങയുണ്ട്, മുരിങ്ങയ്ക്ക, കരിയാപ്പില എന്തെങ്കിലും ഇല്ലെങ്കിൽ ചെറിയ ഉള്ളിയും ടൊമാറ്റോ മുരിങ്ങയ്ക്ക മാത്രം ഇട്ടാലും മതി. അത് സാമ്പാർ പൊടി. ഈ സാമ്പാർ പൊടി ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്, അത് ഞാൻ പറഞ്ഞു തരാം. ആവശ്യത്തിന് പുളി, കടുക് വറക്കാൻ എണ്ണ, കടുക്, വറ്റൽമുളക്. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ ഏതാണ്ട് ഈ വെജിറ്റബിൾ നമുക്ക് ഇഷ്ടമുള്ളത് പെട്ടെന്ന് എന്താ നമ്മുടെ കയ്യിലുള്ളത് ആ വെജിറ്റബിൾ മതി. അതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇടണം. പെട്ടെന്ന് നമുക്ക് ഇഡ്ഡലിയുടെ കൂടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ എളുപ്പം തയ്യാറാക്കാം. വെജിറ്റബിൾ എല്ലാം ഇട്ടു. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പരിപ്പ്, ഇത് പച്ചയ്ക്ക് തന്നെ അത് ഒരു 2 ടേബിൾ സ്പൂൺ. ഇനി കൊഴുപ്പ് കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇടാം. 2 ടേബിൾ സ്പൂൺ പരിപ്പ്. സാമ്പാർ പൊടി, ഇത് മുളക്, മല്ലി, ഉലുവ, കായം. ഈ പൊടി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കും. ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ സാധാരണ പച്ചയ്ക്ക് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കായം അങ്ങനെ ഇട്ടാലും മതി. നമുക്ക് എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് ഇതാകുമ്പോൾ ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ എളുപ്പമുണ്ട്. അത് ഒരു 2 ടീസ്പൂൺ, കുറച്ചും കൂടി ഇട്ടു. ഇതിനകത്ത് മഞ്ഞളും എല്ലാം ഉണ്ട്. പാകത്തിന് ഉപ്പും. എത്ര എളുപ്പമുണ്ട് സാമ്പാർ വയ്ക്കാൻ. ഈ പരിപ്പിങ്ങനെ കഴുകി ഉണക്കി വെച്ചേക്കുന്നതുകൊണ്ട് എളുപ്പമാണ് നമുക്ക്. ഉപ്പിട്ടു. ഇനി ആവശ്യത്തിന് വെള്ളം. ആവശ്യത്തിന് നിരത്ത വെള്ളം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. പുളിവെള്ളം നമ്മൾ ഒഴിക്കുമല്ലോ. ഈ പുളി ഇഷ്ടമല്ലെങ്കിൽ ടൊമാറ്റോ മതിയെങ്കിൽ ടൊമാറ്റോയുടെ തന്നെ പുളി. നിരക്ക വെള്ളം ഒഴിച്ച് കരിയാപ്പില, മല്ലിയില എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഉപ്പ്, പുളി എല്ലാം ഇട്ടിട്ടുണ്ട്. അത് എത്ര എളുപ്പമാണ് സാമ്പാർ വയ്ക്കാൻ. ഇനി ഇത് കുക്കറിനകത്ത് വെച്ച് ഒരു വിസിൽ.